ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹ വ്യാഴം. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഒരുങ്ങിയത്. ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ ഒരുങ്ങിയത്. യോഗയുടെ പരിശീലനവും ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും ഒക്കെയായി ഈ ദിവസത്തെ ഏറ്റവും കൃപയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, നമ്മളെ ജീവിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം വിശുദ്ധ കുർബാന. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പ്രതിവിധി വിശുദ്ധ കുർബാന. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശുദ്ധ കുർബാന. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രശ്ന പ്രതിസന്ധികളിലും ബലമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെ ഏറ്റവും ഭക്തിയോടുകൂടി ബലി അർപ്പിക്കാനും ബലി സ്വീകരിക്കാനും കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ ദിവസത്തെ രണ്ട് കൈയും നീട്ടി നമുക്ക് സ്വീകരിക്കാം. ഈ ദിവസത്തിൻ്റെ തിരുക്രമങ്ങളിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. യോഗ്യതയോടെ ബലിയർപ്പിക്കാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം. പൗരോഹിത്യത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഞങ്ങൾ ദിവികാരുടെ മിഷണറി സഭ MCBS വിശുദ്ധ കുർബാനയുടെ സഭയാണ്. അങ്ങേയറ്റം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഈ സഭയിൽ അംഗമായതിന്, ഈ സഭയിൽ അംഗമായി ജീവിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത്. ഇന്നത്തെ സുവിശേഷ വിചിന്തന ഭാഗം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, പുതിയ ഉടമ്പടി, പെസഹ ഭക്ഷണത്തെക്കുറിച്ചാണ്. പെസഹ ഭക്ഷണം ഒരു പ്രത്യേകമായ രീതിയിലാണ് ഭക്ഷണ രീതി ചിട്ടപ്പെടുത്തിയിരുന്നത്. തീയിൽ ചുട്ടെടുത്ത ആട്ടിൻകുട്ടിയെ കുരിശാകൃതിയിൽ ഉള്ള ഒരു കമ്പിയിൽ വെച്ച് കെട്ടി ഭക്ഷണശാലയിലേക്ക് കൊണ്ടുവരുന്നു. 3 പാത്രം വീഞ്ഞ് നിറച്ചു വയ്ക്കുന്നു. കയ്പ് ഇലയും കയ്പ് ചീരയും 3 പുളിയില്ലാത്ത അപ്പവും തയ്യാറാക്കി വയ്ക്കുന്നു. അതിനുശേഷം എല്ലാവരും കയ്പ് ചീര അല്പം കഴിക്കുന്നു. അതിനുശേഷം 1-ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കും. വീഞ്ഞ് കുടിച്ചതിന് ശേഷം എല്ലാവരും അപ്പം ഭക്ഷിക്കുന്നു. 2-ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കുന്നു. അതിനുശേഷം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ കഥ വിവരിക്കുന്നു. തുടർന്ന് തീയിൽ ചുട്ടെടുത്ത ആടിൻ്റെ മാംസം കയ്പ് ചീരയുടെ ചാറിൽ മുക്കി കഴിക്കുന്നു. തുടർന്ന് 3-ാമത്തെ കപ്പ് വീഞ്ഞ് കുടിച്ച് സ്തോത്രഗീതം ആലപിച്ച് അവർ പോകുന്നു. ഇതായിരുന്നു പെസഹ രീതി. ഈ പെസഹയെ ഒരു പുതിയ പെസഹ ആക്കി മാറ്റി ക്രിസ്തു. കാലുകഴുകലിലൂടെ, ചെറുതാകലിലൂടെ, തൻ്റെ ശരീരം മുറിച്ച് നൽകുന്നതിലൂടെ, അതിനുശേഷം താൻ സ്വയം ബലിയായി മാറുന്നതിലൂടെ ഒരു കുർബാന, പുതിയ ഒരു പെസഹ നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൻ്റെ മുഴുവൻ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഇടവകളിൽ ഏറ്റവും സജീവമായിട്ട് നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ തിരുക്രമങ്ങളിൽ പങ്കുചേരുക. വീട്ടിൽ ഒരുമിച്ച് പെസഹ അപ്പം മുറിച്ച് പെസഹ ഭക്ഷണത്തിൻ്റെ നല്ല ഓർമ്മ കൊണ്ടാടുക. മാതാപിതാക്കളെ സ്നേഹിച്ചും സഹോദരങ്ങളോടൊക്കെ വലിയ സ്നേഹത്തോടു കൂടി പെരുമാറിയും ഈ ദിവസത്തെ അനുരഞ്ജനത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റാം. ഒരുപാട് ഗ്രേസ് സ്വർഗത്തിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന ഈ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ദിവസത്തിൻ്റെ പരിശീലനം മറ്റൊന്നുമല്ല, അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്ന് രാവിലെ മുതൽ നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് നന്ദി. മിഴിപൂട്ടി വിശുദ്ധ കുർബാനയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഇത് പല പ്രാവശ്യം ആവർത്തിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത്. മറ്റേത് വെറും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മാറും. അനുഷ്ഠാനങ്ങളേറെയാണ്, അനുഭവങ്ങൾ ഒട്ടുമേ ഇല്ല. അനുഷ്ഠാനങ്ങൾ കൂടുന്തോറും ആത്മീയതയും അനുഭവമൊക്കെ നമുക്ക് കുറഞ്ഞു പോവുകയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അൾത്താരിൽ നിങ്ങളെല്ലാവരെയും ചേർത്ത് വയ്ക്കും. എനിക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന കുറേയേറെ പേരെ അറിയാം. അതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഓരോ കുഞ്ഞ് പ്രശ്നത്തിനും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ദിവസം, പെസഹായുടെ ദിവസം, കുർബാനയുടെ ദിനം ദൈവം ഉത്തരം നൽകട്ടെ, ആശീർവാദം നൽകട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.